ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങൾക്ക് എനിക്കൊരു സർപ്രൈസ് ആയിട്ടൊരു സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. എൻ്റെ എൻഗേജ്മെൻറ്റ് തലേ ദിവസം, അതായത് 29th മാർച്ച്, എനിക്ക് DTDC എന്നൊരു കോൾ വന്നു. മാം, യു ഹാവ് എ കൊറിയർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഓർത്തു ഞാനൊന്നും ഓർഡർ ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ എനിക്ക് കൊറിയർ ആയിരുന്നേ. അപ്പോൾ എനിക്ക് ഒരു ഐഡിയ ഇല്ല ഐജയാണ് എനിക്ക് ഗിഫ്റ്റ് അയക്കുന്നതെന്ന്. പിന്നെ എനിക്ക് കൊറിയർ എൻ്റെ അനിയനാണ് വാങ്ങി വെച്ചത്. ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല. പിന്നെ എൻഗേജ്മെൻറ്റിലെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന സമയത്ത് അനിയൻ ഐജയുടെ കയ്യിൽ നിന്നുള്ള ഗിഫ്റ്റാണെന്ന് പറഞ്ഞിട്ട് ഇത് തരുമായിരുന്നു. ഐ വാസ് സോ ഷോക്ക്ഡ്. ഒട്ടും പ്രതീക്ഷിക്കാതെ നമുക്ക് ഗിഫ്റ്റ് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എസ്പെഷ്യലി അത് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുമ്പോൾ. എനിക്ക് ഇതൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് ആർക്കെങ്കിലും അറിയാമെന്ന് വിചാരിക്കുന്നു. ആദീസ് ലിറ്റിൽ തിങ്സ് എന്ന് പറഞ്ഞത് ഇതൊരു ഹാൻഡ് മെയ്ഡ് ആർട്ട് ആൻഡ് ഗിഫ്റ്റ്സ് കൊടുക്കുന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജാണ്. ടു ന്യൂ ബിഗിനിങ്സ് എന്നായിരുന്നു ആ ഒരു ബോക്സിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. വിത്ത് ലവ് ആതിര എന്ന് പറയുന്ന ഒരു കുട്ടി ചെയ്യുന്ന ഒരു ചെറിയൊരു സ്മോൾ ബിസിനസ്സാണ്. ആക്ച്വലി ഇതിൻ്റെ അകത്ത് എനിക്കും വിഷ്ണുവിനും കൂടെ ആയിട്ടുള്ള ഗിഫ്റ്റാണ് അവൾക്ക് പ്ലാൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. തുറക്കുമ്പോൾ തന്നെ കുറച്ച് മാംഗോ ബൈറ്റ്സ്, അതിൻ്റെ കൂടെ അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ഒരു കാർഡും, നമുക്കൊരു 2 ബോക്സിലായിട്ടാണ് ഗിഫ്റ്റ് ആക്ച്വലി കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഹാപ്പിനെസ് ഈസ് ഓൾവേസ് ഹാൻഡ് മെയ്ഡ് അല്ലേ. ഐജിക്കും എനിക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ്സ് ഉണ്ടാക്കിയ ഗിഫ്റ്റ്സ് അവൾ പെയിൻറ്റ് ചെയ്തതും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാറുണ്ട്. പക്ഷേ ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഐജി ഇപ്പോൾ അബുദാബിയിലാണ്. ഫോർ ദോസ് യു ഡോണ്ട് നോ വേർ ഷീ ഈസ്. എനിക്ക് അവിടെ നിന്നും ഗിഫ്റ്റ് അയക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം ഉണ്ടായിരുന്നു. ഫസ്റ്റത്തെ ഒരു ബോക്സിനകത്ത് ഒരു ഡയറി ആയിരുന്നു. ഡയറി ആൻഡ് ആക്ച്വലി ഒരു അവളെ സ്വന്തമായിട്ട് എഴുതിയ ഒരു കോട്ട ഉണ്ടായിരുന്നു. അത് ഞങ്ങളുടെ 2 പേരുടെ ഒരു ചെറിയൊരു മിനിയേച്ചർ പിക്ചർ പോലെ. ആക്ച്വലി ഞങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ചായ ഡേറ്റിൽ നിന്നാണ്. അപ്പോൾ ഞങ്ങളുടെ ആ ഒരു തീം വെച്ചിട്ട് തന്നെ ഒരു ക്രിയേറ്റീവായിട്ടുള്ളൊരു ഗിഫ്റ്റായിരുന്നു. അതിനകത്ത് തന്നെ ഒരു ചായ സ്പില്ല് ചെയ്തിട്ടുള്ള ഒരു പോർഷനും എല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരും ചായ കുടിക്കുന്നത്. എന്നിട്ട് പിന്നെ ഒരു ഡയറി ഉണ്ടായിരുന്നു. അതിനകത്തൊരു ക്യൂട്ട് പെണ്ണും ആണിൻ്റെയും ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അത് ആക്ച്വലി ഞങ്ങളാണെന്ന് ഞങ്ങളങ്ങോട്ട് അസ്യൂം ചെയ്തു. പക്ഷേ ഇത് ഇവരുടെ പേജിൻ്റെ ഒരു പ്രീമിയം പ്രൊഡക്റ്റാണ്, ആദീസ് ലിറ്റിൽ തിങ്സ്. ഞാൻ ആ പേജൊക്കെ ഒന്ന് നോക്കി ഫോളോ ചെയ്തു. ഞാൻ ഓൾറെഡി ഈ പേജ് കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇത്തവണ ഞാൻ എന്തായാലും ഫോളോ ചെയ്തു. പിന്നെ എടുത്ത് പറയാനുണ്ടായിരുന്ന ഇവരുടെ പാക്കിങ്ങാണ്. നല്ല രീതിയിൽ നല്ല ക്വാളിറ്റിയുള്ള പേപ്പർ വെച്ചിട്ടാണ് ഫുൾ റാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ഒരു ഫോട്ടോ ഫ്രെയിം ഞങ്ങളുടെ 2 പേരുടെയും ഫോട്ടോ വെച്ചിട്ട് സൈഡിൽ ബ്ലൂ ഫ്ലവേഴ്സ് ആൻഡ് താഴെ തമിഴിൽ റൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ സ്കാനർ വെച്ചിട്ടാണ് സ്കാൻ ചെയ്തെടുത്ത് നോക്കിയത്. ഞങ്ങളുടെ ഒരു റീലിൻ്റെ ക്യാപ്ഷനായിരുന്നു അത്. അതെല്ലാം നോക്കിയിട്ട് എനിക്ക് ഇങ്ങനത്തെ ലിറ്റിൽ തിങ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ലിറ്റിൽ ബിഗ് സർപ്രൈസ് ആയിരുന്നു ആക്ച്വലി. ഇതായിരുന്നു ആ ഗിഫ്റ്റ്സിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്.